ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ കപ്പിൽ ഒരു 1.5 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്. അല്ല, ഒരു 1.25 കപ്പ് അരി എടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ 3-4 വെള്ളത്തിൽ കഴുകി എടുക്കണം. നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം കുതിരാൻ വെച്ചേക്കണം ഒരു 10-20 മിനിറ്റ്. ഞാനിന്ന് ബിരിയാണി കുക്കറിലാണ് വെക്കുന്നത്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിൽ നെയ്യ് ഇട്ട് കൊടുക്കാം. മതി, സ്ലൈസ് ചെയ്തെടുത്താൽ മതി. ഒരു വലിയ ടീസ്പൂൺ 1.5 സ്പൂൺ നമ്പീസിൻ്റെ നെയ്യാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നെയ്യ് നല്ലവണ്ണം ചൂടാകുമ്പോൾ പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. അത് നല്ലവണ്ണം ഒന്ന് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കും. 2 ഇടത്തരം വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലവണ്ണം ഇളക്കി കൊടുക്കും. ഇതിൽ കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ ബിരിയാണി ഒരു ദിവസം ഉണ്ടാക്കിയപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് മുന്തിരി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന്. ഇനി ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നല്ലവണ്ണം പച്ചമണം മാറുന്നത് വരെയും വഴറ്റി കൊടുക്കാം. ഇതിൽ 2 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം പച്ചമണം മാറുന്നത് വരെയും പച്ചമുളക് വേവുന്നത് വരെയും എല്ലാം നല്ലപോലെ ഇളക്കി കൊടുക്കണം. മസാല പെട്ടെന്ന് മൂത്ത് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള ഒന്നും ഒരുപാട് വഴറ്റണമെന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റിയാൽ മതി. ഇനി ചേർക്കേണ്ടത് ബീൻസാണ്. ഇതുപോലെ ചരിച്ച് അരിഞ്ഞ ബീൻസും ആദ്യം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് വേറെ വല്ലതും പച്ചക്കറികൾ ഇതിലിടണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങോ മറ്റോ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ പച്ചക്കറികളും ഇതിലിടണമെന്നില്ല. ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ് 2 കൂട്ടം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇത്രയും ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. വെള്ളം നല്ല ഊറ്റിയാണ് ഇരിക്കുന്നത്. അരി നല്ലവണ്ണം ഇളക്കി കൊടുക്കാം.
വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വെജിറ്റബിൾ ബിരിയാണിയാണിത്. ഇതെല്ലാവരും ചെയ്തു നോക്കണം. ഇതിൽ ഞാൻ 2 കപ്പ് അരി ഇട്ടിട്ടില്ല. അതുകൊണ്ട് 1 കപ്പിന് 1.25 കപ്പ് എന്ന കണക്കിനാണ് വെള്ളം എടുക്കേണ്ടത്. ആ വെള്ളം എടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി കട്ടിയുള്ള വലിയ അരിയാണെങ്കിൽ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം ചേർക്കേണ്ടതാണ്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൂടിയാലും അടി പിടിക്കും, കുറഞ്ഞാൽ കുഴഞ്ഞു പോകും. കൂടിയാൽ കുഴഞ്ഞു പോകും, കുറഞ്ഞാൽ അടി പിടിക്കും. ഇനി ഇതുവരെ ഞാൻ ഉപ്പ്, ആ ഉള്ളി വഴറ്റാൻ വേണ്ടി മാത്രമേ ഉപ്പിട്ട് കൊടുത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുക്കർ അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കണം. അതിന് വേണ്ടി മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ച് എടുത്ത് വെച്ചിട്ട് 2 വിസിൽ കേൾക്കുന്നത് വരെയും വേവിച്ചെടുക്കാം. ഇട്ടുണ്ട്. നമുക്കിനി കുക്കർ തുറന്ന് നോക്കാം. നല്ല കറക്റ്റായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് സവാള പൊരിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അത് കുറച്ച് ഒരു നാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞിട്ടാൽ മതി. പരസ്പരം മുട്ടാതെ ഒരു അരി പോലും ചേരാതെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ഉള്ളി പൊരിച്ചത് ഇട്ട് കൊടുക്കാം. കൈ പൊള്ളണം. ഉള്ളി പൊരിച്ചത് ഇട്ട് കൊടുക്കുവാന്ന്. നല്ല രുചിയും മണവും എല്ലാം ഉള്ള വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഉള്ളി ഇട്ടതിന് ശേഷം കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. നേരത്തെ നല്ലപോലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റിയായ ഒരു ബിരിയാണിയാണ്. ഇത് കഴിച്ച് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സ്വന്തക്കാർക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.